ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബി.ജെ.പി. അജണ്ടകൾക്ക് എന്നും ഒത്താശ പാടുന്ന നേതാവാണ് കങ്കണ റാവത്ത്. അതുപോലെ തന്നെ അടിച്ചമർത്തലുകൾക്കെതിരെ സ്വതന്ത്ര ശബ്ദമായി മാറിയിരിക്കുന്ന നേതാവാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇവർ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിനാണ് രാജ്യം വീണ്ടും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഒരു പ്രമുഖ ജ്വല്ലറി ബ്രാൻഡിൻ്റെ രക്ഷാബന്ധൻ പരസ്യചിത്രത്തെ മുൻനിർത്തി ഉയർന്ന വിവാദമാണ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിമരുന്നിട്ടത്. പരസ്യത്തിൽ നടി കൃതി സാനൻ ധരിച്ച ഇൻഡോ വെസ്റ്റേൺ ബ്രാലെറ്റ് മോഡൽ വസ്ത്രധാരണത്തെയും സഹോദരനൊപ്പം തങ്ങളുടെ വളർത്തുനായക്ക് രാഖി കെട്ടിയതിനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കങ്കണ റാവത്ത് രംഗത്തെത്തി. ഇത് പരമ്പരാഗതമായ ഹൈന്ദവ ആചാരങ്ങളെയും സംസ്കാരത്തെയും അവഹേളിക്കുന്നതാണെന്നും അടിവസ്ത്രം ധരിച്ചുകൊണ്ടാണോ രാഖി കെട്ടേണ്ടത് എന്നും ആരോപിച്ച് സംഘപരിവാർ അജണ്ടകളുടെ വക്താവായി കങ്കണ സൈബർ ഇടങ്ങളിൽ കടന്നാക്രമണം അഴിച്ചുവിട്ടതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ആചാരങ്ങളുടെയും സദാചാരത്തിൻ്റെയും പേരിൽ സ്ത്രീകളെ കുച്ചുവിലങ്ങിടാൻ ശ്രമിക്കുന്ന ബി.ജെ.പിയുടെയും കങ്കണയുടെയും കപട രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ തകിടം മറിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൃതി സാനന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീ എന്ത് ധരിക്കണം, എവിടെ പോകണം, എന്ത് ചെയ്യണമെന്നത് പൂർണ്ണമായും അവളുടെ മാത്രം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും അതിന്മേൽ കടന്നു കയറാൻ ആർക്കും അവകാശമില്ലെന്നും രാഹുൽ ഗാന്ധി ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ത്രീകളെ വസ്ത്രത്തിൻ്റെ പേരിൽ ട്രോളുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം പുരുഷാധിപത്യത്തെ തകർത്തെറിയുക എന്ന വിപ്ലവകരമായ ഹാഷ്ടാഗോടെയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പുരുഷാധിപത്യപരമായ കടന്നുകയറ്റങ്ങൾക്കോ ആചാരപരമായ ഭയപ്പെടുത്തലുകൾക്കോ സ്ത്രീകൾ ഇനി വഴങ്ങേണ്ടതില്ല എന്ന വ്യക്തമായ രാഷ്ട്രീയ സൂചനയായിരുന്നു രാഹുലിൻ്റെ ആ നിലപാട്. രാഹുൽ ഗാന്ധിയുടെ ഈ ധീരമായ പോസ്റ്റോടെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ കളികൾ അമ്പെ പരാജയപ്പെടുകയായിരുന്നു. അതിൽ പ്രകോപിതരായ കങ്കണ രാഹുലിനെ പരിഹസിക്കാനായി ഒരു കാർട്ടൂൺ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. രാഹുൽ സ്മാഷ് ദി പെട്രിയാർക്കി എന്ന് പറയുമ്പോൾ കങ്കണയുടെ കഥാപാത്രം ബ്രോവെയ്റ്റ് ഭാരത് മാതാ കി ജയ്, നമുക്കവിടെ നിന്ന് തുടങ്ങാമെന്ന് തിരിച്ചടിക്കുന്നതായിരുന്നു ആ കാർട്ടൂൺ. എന്നാൽ ബി.ജെ.പിയുടെ അടിമത്ത രാഷ്ട്രീയത്തിൽ ആണ്ടുപോയ കങ്കണയ്ക്ക് രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഭരണഘടനാപരമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. സംഘപരിവാറിൻ്റെ അജണ്ടകൾക്ക് വേണ്ടി ഏത് തലത്തിലേക്കും താഴുന്ന കങ്കണയുടെ മറുപടികൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആധുനിക ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ രാഷ്ട്രീയം കൂടുതൽ തിളക്കത്തോടെ ജനമനസ്സുകളിൽ പതിഞ്ഞിരിക്കുന്നു. ഒടുവിൽ വിവാദങ്ങളെ തുടർന്ന് ജ്വല്ലറി ബ്രാൻഡ് പരസ്യം പിൻവലിച്ചുവെങ്കിലും ബി.ജെ.പിയുടെ പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരെ രാഹുൽ ഗാന്ധി നയിച്ച ഈ പോരാട്ടം പ്രതിപക്ഷത്തിൻ്റെ ശക്തമായൊരു രാഷ്ട്രീയ വിജയമായി തന്നെ അടയാളപ്പെടുത്തുകയാണ്.